കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടിരിക്കണതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്ന് പ്രദക്ഷിണം ചെയ്ത് വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് നമ്മളങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് അവിടുന്ന് അങ്ങനെ പോന്ന് നേരെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതിൻ്റെ മുന്നിലുള്ള വലിയ ബലിക്കല്ലും അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ സ്വർണം കെട്ടിയിട്ടുള്ളത്, അതിന് നടുക്കുള്ള ലക്ഷ്മി ദേവീനെയും കണ്ട് നേരെ നമ്മൾ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ ആ പീഠം, അതേപോലെ ആ കിടാവിളക്ക് അതൊക്കെ കണ്ട് വലതുവശത്തെ ആദ്യത്തെ തൂണും നോക്കി അതിനുശേഷം നേരെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ചതുർബാഹുവായ വിഗ്രഹത്തിൽ കാൽപാദത്തിൻ്റെ അവിടെ ഇങ്ങനെ ഒന്ന് മത്സ്യത്തിനെ കാണുന്നു. മത്സ്യത്തിൻ്റെ ചിറകുകളൊക്കെ ഇങ്ങനെ കാണാണ്ട് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അര വരെ ആ മത്സ്യരൂപമാണ്. അതിൻ്റെ ഒന്ന് മത്സ്യാവതാരമൂർത്തിയാണ്. അതിൻ്റെ മുകളിലേക്ക് നോക്കിയാലോ അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ കഴുത്തിലൊരു വളയം പോലത്തെ മാല, ഒരു മുല്ലമുട്ട് മാല, പതക്കം പോലത്തെ മാല, അതേപോലെ കൈവളകൾ കാണാണ്ട് ചതുർബാഹുവായിട്ടുള്ള ആ രൂപത്തിലാണ്. 4 തൃക്കൈകളോട് കൂടിയിട്ട് മത്സ്യാവതാര മൂർത്തിയായിട്ട് അരവരെ മത്സ്യവും മുകളിലേക്ക് മഹാപ്രഭുവായിട്ടാണ്. അപ്പോൾ ആ ശംഖുചക്ര ഗദാപത്മത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ കൈവളകൾ തോൾവളകളൊക്കെ കാണാണ്ട് 2 കൈയിൽ ശംഖും ചക്രവും സ്വർണത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഒരു കൈയിൽ ചന്ദനത്തിൻ്റെ ഗദ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. മറ്റേ കൈയിൽ പത്മം, ഒരു താമരപ്പൂവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതേപോലെ കിരീടമൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ടുള്ള ആ രൂപത്തിലാണ് ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട് തിരുനെറ്റിയിൽ. പിന്നെ അതിൻ്റെ മുകളിൽ 2 തിരുമുടിമാലകളുണ്ട്. ഒന്നെങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവും തെച്ചിയും കൂടി ഉള്ളത്, അതിൻ്റെ മുകളിൽ ഒരു ചുവന്ന താമര മാത്രമായിട്ടുള്ള തിരുമുടിമാല, അങ്ങനെ 2 തിരുമുടിമാലകൾ. പിന്നെ 2 ഉണ്ടമാലകൾ, അതിൽ ഒന്ന് വെളുത്ത പൂവ് കൂടുതലും പിന്നെ തെച്ചിയും തുളസിയായിട്ടുള്ള ഒരെണ്ണം, അങ്ങനെ പിന്നെ ഒരെണ്ണം വനമാല പോലെ തെച്ചി തുളസി വീണ്ടും തെച്ചി വീണ്ടും തുളസി അങ്ങനെ ആയിട്ടുള്ളത്. അങ്ങനെ 2 തിരുമുടിമാലകളുണ്ട്, 2 ഉണ്ടമാലകളുമുണ്ട്. അപ്പോൾ ആ ചതുർബാഹുവായ മഹാപ്രഭുവായിട്ടുള്ള മത്സ്യാവതാര മൂർത്തിയായിട്ടാണ് ഇന്ന് ഭഗവാൻ ശ്രീലകത്ത് ഇങ്ങനെ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് കാണാം. നാളെ ഇപ്പോൾ ശിവരാത്രി അല്ലേ, അപ്പോൾ ഇന്ന് മത്സ്യാവതാര മൂർത്തിയായിട്ട് അങ്ങനെ നിൽക്കണു. നാളെ എന്താവും എന്നറിയില്ല. എന്തായാലും നമ്മൾ തൊഴാനായിട്ട് ഇപ്പോൾ സോപാനപ്പടിയിൽ നിൽക്കുകയാണ്. സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണെന്ന് അങ്ങനെ എല്ലാവരും മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. അപ്പോൾ ആ ഭഗവാന്റെ ആ മത്സ്യാവതാരമൂർത്തിയുടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ചുവരിൻ്റെ മുകളിൽ ആല്ലക്കണ്ണനെയും കണ്ട് തൊഴാം. പിന്നീട് ഗ്രില്ല് കഴിഞ്ഞാൽ സപ്തമാതാക്കളെയും കണ്ട് തൊഴുത് ഗണേശൻ്റെ അടുത്ത് വരിക, ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ മായാദേവീനെയും അതേപോലെ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ ഒന്ന് തൊട്ട് തലോടാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് ഗരുഡായൂരുടനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞിങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ആ നരസിംഹസ്വാമി നമ്മളെങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്നത് കാണാം.
അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനെയൊക്കെ കണ്ട് തൊഴുത് ശ്രീകൃഷ്ണനെയും മുരുകനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെ കണ്ട് തൊഴുത് നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ താമരക്കണ്ണനെ കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് അവിടുന്ന് ഇങ്ങനെ നേരെ മുകളിലേക്ക് കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ ആ കൊടിമരം ഇങ്ങനെ തിളങ്ങുന്നത് കാണാം. അത് കഴിഞ്ഞാൽ ആ മണിക്കിണറും അതേപോലെ ഭഗവാന്റെ നൃത്താറയും ഒക്കെ കണ്ട് നമ്മളങ്ങനെ കുറൂരമ്മേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിനുശേഷം ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹമായി നമ്മളവിടെ പോയി ദർശനം കിട്ടിയ പോലെയാവും. വീണ്ടും നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ മത്സ്യാവതാര മൂർത്തിയെ ഒന്നുകൂടി കണ്ട് തൊഴുതു നമസ്കരിക്കാം. പിന്നീട് അങ്ങനെ കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് നമസ്കരിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക, അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് പ്രദക്ഷിണം ചെയ്ത് അങ്ങനെ പടിഞ്ഞാറ് നടയിൽ വന്ന് ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നേരെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വരിക. എന്നിട്ട് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. വീണ്ടും നമ്മൾ നാരായണാലയത്തിലേക്ക് പോകുമ്പോൾ അവിടെ എത്തിയാൽ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ ചെറിയ വിഗ്രഹം കണ്ട് തൊഴുത് നമ്മൾ നേരെ ഭഗവതി നടയിലും അതേപോലെ ദീപസ്തംഭം കിഴക്കേ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ അവിടെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ദീപം ഇങ്ങനെ കാണാം. അതിനുശേഷം നമ്മൾ തെക്കേ നടയിലേക്ക് വരുന്നു. തെക്കേ നടയിൽ വന്ന് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയും ഒപ്പം മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.